എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 7 ഡേയ്സ് സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും പിന്നെ കുറച്ച് അഫോർഡബിൾ പ്രൈസിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു 7 ഡേയ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു ഫേസ് പാക്കും ഫേസ് സ്ക്രബ്ബറും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ല വ്യത്യാസം നിങ്ങളുടെ ഫേസിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്കൊരു സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ സൺഡേ ആണ് നമ്മൾ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ ശനിയാഴ്ച വരെ നമ്മൾ ഈ ഒരു സ്ക്രബ്ബർ ആയാലും ഫേസ് പാക്ക് ആയാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാതെ കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ എന്നോട് ചേച്ചി റിസൾട്ട് കിട്ടില്ല എന്ന് നിങ്ങൾ പറയരുത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ ഫോളോ ചെയ്തിട്ട് തന്നെ വരണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ച് ഫസ്റ്റ് ഡേയുടെ വീഡിയോ ആണിത്. സെക്കൻഡ് വീഡിയോയുടെ വീഡിയോ ഞാൻ സ്റ്റെപ്പ് ബൈസ് ആയി ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വേഗം തന്നെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ശരണ്യ എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ ശരണ്യ നിഖിൽ എന്നാണ് കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസ് നമ്മുടെ ചാനലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കയറി നോക്കി നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ക്ലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡെഡ് സെല്ലൊക്കെ റിമൂവ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് പുതിയ സെല്ലൊക്കെ വളരുകയുള്ളൂ. പിന്നെ നമുക്ക് നല്ല റിസൾട്ട് നമ്മുടെ ഫേസിലേക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സ്ക്രബ്ബറാണ്. അപ്പോൾ സ്ക്രബ്ബർ ചെയ്യാനായിട്ട് മുന്നേ നിങ്ങൾ ഫേസിലേക്ക് നിങ്ങൾ എന്ത് ഫേസ് മാസ്ക് ആയാലും സ്ക്രബ്ബർ ആയാലും യൂസ് ചെയ്യുന്ന മുന്നേ നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ടുള്ള സമയത്താണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങൾ സെല്ലൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫേസ് നന്നായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അതായിട്ട് നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലൻസിങ് ആണ്. നിങ്ങളുടെ കയ്യിൽ മിൽക്കോ തൈരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫേസിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഫേസിലേക്ക് അപ്ലൈ 5 മിനിറ്റ്സ് ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസ് സ്ക്രബ്ബർ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് സ്ക്രബ്ബർ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും നമ്മുടെ ഫേസ് സ്ക്രബ്ബർ തയ്യാറാക്കുന്നത് കേട്ടോ. സ്ക്രബ്ബർ തയ്യാറാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ചെറുപയറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറുപയറിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. ഞാൻ ചെറുപയറാണ് എടുക്കുന്നത്. അത് 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കിനി വേണ്ടത് തൈരാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ തൈരാണ് എടുക്കുന്നത്. അപ്പോൾ ആവശ്യാനുസരണം തൈര് എടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ സ്ക്രബ്ബർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫേസ് സ്ക്രബ്ബർ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഫേസ് സ്ക്രബ്ബറാണ് ഇത്. നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുന്ന നമ്മൾ ചെറുപയറാണ് എടുക്കുന്നത്. ചെറുപയറിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഞാനിപ്പോൾ പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറുപയറിൻ്റെ പൊടിയും തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തൈര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് സ്ക്രബ്ബർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഫേസ് സ്ക്രബ്ബർ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഫേസ് ഇതാ ഒട്ടും മേക്കപ്പും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുള്ള ഫേസിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഫേസ് സ്ക്രബ്ബർ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതെന്ന് പറയുന്നത്. കണ്ടോ, കുറച്ച് കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മൾ ഫേസിലേക്ക് നമ്മുടെ ഫേസ് സ്ക്രബ്ബർ അപ്ലൈ ചെയ്യാൻ പോവാം കേട്ടോ. ഫേസിലേക്ക് ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് വെക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഫേസിലേക്ക് ഇതുപോലെ ഒന്ന് ഇരുന്നോട്ടെ, എന്നിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഫേസ് സ്ക്രബ്ബർ 5 മിനിറ്റായി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്.
തറയിൽ വല്ല തുണിയോ പേപ്പറോ എന്തെങ്കിലും വിരിച്ചിട്ടിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അകത്തുനിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇത് കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ആര് പോലെ ഒക്കെ ഉണ്ടാവില്ലേ, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ റിമൂവ് ആക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിമൂവ് ആകും കേട്ടോ. അതുപോലെ ഇങ്ങനെ ഫേസ് സ്ക്രബറൊക്കെ ഇട്ട് ഫേസ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ചെറുപയർ പൊടി എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലായാലും ശരീരത്തിലായാലും നല്ല രീതിയിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആക്കാൻ, നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ചെറുപയർ പൊടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെറുപയർ പൊടി ഇട്ട് നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് ആണ്. അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ ഫേസ് സ്ക്രബ്ബർ ഇട്ടപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് നമുക്ക് ഫേസ് പാക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കുന്നത് മുൾട്ടാനി മിൽട്ടി, മഞ്ഞളും പാലും നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മുൾട്ടാനി മിൽട്ടി എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് അടിപൊളിയാണ്. നല്ല നറിഷ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സ്കിന്നിന്. അത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടിയും അത്രയ്ക്ക് നല്ലതല്ല നമ്മുടെ ഈ ഒരു മുൾട്ടാനി മിൽട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാൽ അലർജിയുള്ള ആൾക്കാർക്ക് തൈര് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു മുൾട്ടാനി മിൽട്ടിലേക്ക് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി നിങ്ങൾ എന്ത് ഫേസ് പാക്ക് ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് പാസ്റ്റൈസിനെ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മഞ്ഞൾ അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ 1 പിഞ്ച് ഓഫ് എടുത്താൽ മതി. ഞാനത് പിഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ചിലവർക്ക് മഞ്ഞൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്കിന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മഞ്ഞൾ കുറച്ചെടുത്തിട്ട് ഒരു ചെറുതായിട്ടൊരു ബ്രൈറ്റിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് നമുക്കൊരു ഫേസ് ഒക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു അളവിലേക്കുള്ളത് മാത്രമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടല്ലോ. ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് മുൾട്ടാനി മിൽട്ടിയാണ് ആദ്യം തന്നെ എടുക്കുന്നത്. മുൾട്ടാനി മിൽട്ടി നമുക്ക് അങ്ങാടി ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, ഓൺലൈനിലായാലും നമുക്കത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ 2 സ്പൂണാണ് മുൾട്ടാനി മിൽട്ടി എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ഓപ്ഷക്ക് തൈര് ഉണ്ടെങ്കിൽ തൈര് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പാലാണ് എടുക്കുന്നത്. പാൽ അലർജിയുള്ള ആൾക്കാർ തൈര് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മുൾട്ടാനി മിൽട്ടി മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് പിഞ്ച് മതി, കുറച്ച് മഞ്ഞളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് പാക്ക് റെഡി. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എത്ര നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒരുമിച്ച് തന്നെ കാണാം. അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാം. നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. കഴുത്തിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഫേസിലേക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു 20 മിനിറ്റ്സ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരും. അപ്പോൾ നമുക്കത് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാഡ് ഉപയോഗിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാണത്. ഞാൻ എൻ്റെ ഫേസിൻ്റെ ഒരു സൈഡ് തന്നെ ഞാൻ ഈ ഒരു പാഡ് ഉപയോഗിച്ച് തുടച്ചെടുക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എൻ്റെ ഫേസ് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് 2 നേരം വെച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫേസ് പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആവാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. ആ ഫേസ് പാക്കൊക്കെ റിമൂവ് ആക്കി ഇതേപോലെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസ് ചെറിയ രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫസ്റ്റ് ഡേ ആണ്, നമ്മൾ 7 days സ്കിൻ ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഡേ ആണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സെക്കൻഡ് ഡേ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ഫേസ് പാക്ക് ആയാലും സ്ക്രബ്ബർ ആയാലും ഇതേപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡേ 1ൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ